ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ചാനൽ. ദിസ് ഇസ് അശ്വതി രജിത്ത്. എല്ലാവരും സുഖമായി സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒച്ച എത്രത്തോളം പഴയ ഒച്ച പോലെ ആയി എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. കുറച്ച് ഘനഗാംഭീര്യമുള്ള സൗണ്ട് ആണെന്ന് വിചാരിക്കുന്നു. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇങ്ങനെ പനി പിടിച്ചൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ഫോൺ നോക്കിയിരിക്കുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ നമ്മുടെ നൈക്കയിൽ പിങ്ക് സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വെറുതെ ഇരുന്ന് കുറച്ച് പൈസയൊക്കെ മുടക്കി കുറച്ചധികം സാധനങ്ങൾ ഇപ്രാവശ്യം വാങ്ങിയിട്ടുണ്ട്. അല്ല, ക്വാണ്ടിറ്റി വൈസ് ഒരുപാടില്ല, പക്ഷെ കുറച്ച് റേറ്റ് ഉള്ള കുറച്ച് സാധനങ്ങൾ ഇപ്രാവശ്യം വാങ്ങിയിട്ടുണ്ട്. കൂടുതലും സ്കിൻ കെയർ സാധനങ്ങളാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പം നമ്മൾ കുറച്ചധികം പൈസ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഉറപ്പായിട്ട് അതിൻ്റെതായ രീതിയിലുള്ള റിസർച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ചിലത് പുതിയ സാധനങ്ങളുണ്ട്, ചിലത് ഞാൻ റീസ്റ്റോക്ക് ചെയ്തതുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിലത്തെ ആദ്യത്തെ നൈക്ക ഹോളാണെന്ന് തോന്നുന്നു. അപ്പോൾ വെൽക്കം ടു ആദ്യത്തെ നൈക്ക ഹോൾ ഇൻ ആർ ചാനൽ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ 2 ബോക്സാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി ഓർഡർ ചെയ്ത് വരാനുള്ളത് നമ്മുടെ ഒരു സിമ്പിളിൻ്റെ ഫേസ് വാഷും വിഷ് കെയറിൻ്റെ ഒരു സൺസ്ക്രീൻ ബോഡി ലോഷനുമാണ് കേട്ടോ. അത് കുറച്ച് ഡിലേ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ വലിയ പെട്ടി പൊട്ടിക്കാം. കാരണം ഇതിലാണ് കൂടുതൽ സാധനങ്ങളാണ് വന്നിട്ട്. കുറച്ച് ദിവസമായി, വയ്യാത്തതുകൊണ്ട് ഞാൻ അൺബോക്സ് ചെയ്തില്ല. സാധാരണ അങ്ങനെയൊന്നും ഞാൻ നിൽക്കാത്തതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് ഒന്നിച്ച് അൺബോക്സ് ചെയ്യാമെന്ന്. അപ്പം ചെയ്യാം. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇതിൽ ഏതെങ്കിലും പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. ഇപ്പോൾ സെയിൽ ഇപ്പോഴും തീർന്നിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും സെയിൽ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. എന്താണേലും നോക്കുക. കൃത്യമായിട്ട് തലതിരിച്ച് തന്നെ പൊട്ടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ റീസ്റ്റോക്ക് ചെയ്തതാണ്. സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. റോസ്മേരി ആൻഡ് ലാവൻഡർ ഓയിൽ എണ്ണയാണ് കേട്ടോ. സോൾഫ്ലവർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ. ഇതിൻ്റെ തന്നെ നമുക്ക് റോസ്മേരി എസെൻഷ്യൽ ഓയിലും കിട്ടും. അത് നമ്മൾ സാധാരണ നമ്മുടെ കോക്കനട്ട് ഓയിലിൻ്റെ കൂടെയൊക്കെ ഒരു 3-4 ഡ്രോപ്പ് മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ നല്ല സ്ട്രോങ് ഹെയർ ഉണ്ടാവും. റോസ്മേരി ഇപ്പോൾ എല്ലാവർക്കും വളരെ വളരെ പോപ്പുലറാണ്. പെട്ടെന്നങ്ങ് എല്ലാവരും അതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി. സോ അപ്പോൾ തൊട്ടാണ് കേട്ടോ ഞാനും ട്രൈ ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യാറുണ്ട്, ഓയിൽ യൂസ് ചെയ്യാറുണ്ട്, പിന്നെ നമ്മുടെ എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. എന്നിട്ട് എനിക്ക് എന്താ മുടിക്ക് നീളമില്ലാത്തതെന്നൊന്നും ചോദിക്കരുത്. എൻ്റെ ഉദ്ദേശം മുടിക്ക് നീളം വെപ്പിക്കുക എന്നുള്ളതല്ല, ഹെൽത്തി ഹെയർ അത്രേ ഉള്ളൂ. സോ ഇത് ഞാൻ യൂഷ്വലി കോക്കനട്ട് ഓയിലിനോട് മിക്സ് ചെയ്യാറുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിലിനോട് മിക്സ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഇത് മാത്രമായിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് വെക്കുക. ഒരു 20 മിനിറ്റ്സ് ഇല്ല 30 മിനിറ്റ്സ് മാക്സിമം. ഓവർനൈറ്റ് ഒന്നും നമ്മൾ ഒരിക്കലും ഹെയർ ഇങ്ങനെ ഓയിലിങ് ചെയ്ത് വിട്ടിട്ട് രാവിലെ കഴുകിക്കളയുന്ന ആ പരിപാടിയൊക്കെ നിർത്തുന്നുള്ളത്. അതൊക്കെ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റാണ്. ഹെയർ ഫാൾ ഉണ്ടാവും. ഒരു 20 to 30 മിനിറ്റ്സ് ഇസ് മോർ ദാൻ ഇനഫ്. അതാണ് നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ്. രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പെർഫ്യൂം. ഇത് വന്നിട്ട് നൈക്കേൻ്റെ തന്നെ പ്രൊഡക്റ്റാണ് കേട്ടോ. വാണ്ടർലസ്റ്റ് ഫ്രണ്ട്സ് ലാവൻഡർ എന്ന് പറയുന്ന ഫ്രേഗ്രൻസ് ആണ്. ഞാൻ അങ്ങനെ ഒരുപാട് പെർഫ്യൂംസ് ഒന്നും യൂസ് ചെയ്യുന്ന ആളൊന്നുമല്ല. മാത്രമല്ല വളരെ ഹൈ ആൻഡ് പെർഫ്യൂംസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടും കൂടിയില്ല. ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് അണ്ടർ ആം റോളോൺസ് യൂസ് ചെയ്യാറുണ്ട്. പെർഫ്യൂംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലമ്മിൻ്റെ വാനില ആ ഒരു സീരീസിൽ വരുന്ന കുറേ സംഭവങ്ങളില്ലേ, ബോഡി മിസ്റ്റ് ആയിക്കോട്ടെ, അണ്ടർ ആം റോളോൺ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ പെർഫ്യൂം ആയിട്ട് തന്നെ വരുന്നത്, അത് പെർഫ്യൂമാണ്, മിസ്റ്റാണ്, അത് ബോഡി മിസ്റ്റാണ്. അതൊക്കെയാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഹാർഡായിട്ടുള്ള സ്മെല്ല് പറ്റില്ല. മറ്റുള്ളവർക്കും അത് ബുദ്ധിമുട്ടാണ്, എനിക്ക് സ്വയം അത് ബുദ്ധിമുട്ടാണ്. കാരണം തലവേദനയൊക്കെ പെട്ടെന്ന് വരുവേ. ഇത് വളരെ ലൈറ്റ് ആണെന്നാണ് റിവ്യൂ കണ്ടത്. ഇതിപ്പോൾ ഞാൻ എന്തായാലും സ്പ്രേ ചെയ്ത് സ്മെല്ല് ചെയ്യാൻ പോകുന്നില്ല, കാരണം എനിക്ക് ഒരു മണവും കിട്ടാൻ പോകുന്നില്ല. നല്ലോണം നോസൊക്കെ ബ്ലോക്കാണ്. അപ്പോൾ പിന്നെ ഞാൻ മണത്തോക്കിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അതാണ് രണ്ടാമത്തെ പ്രോഡക്റ്റ്. അയ്യോ, ഞാൻ ഇതിനൊന്നും റേറ്റ് പറഞ്ഞില്ല അല്ലേ. ഒരു മിനിറ്റ് പറഞ്ഞുതരാം. ഇത് വന്നിട്ട് നമ്മുടെ റോസ്മേരീൻ്റെ ഈ എണ്ണയ്ക്ക് വന്നിട്ട് 340 രൂപ. അതിൻ്റെ ഒറിജിനൽ MRP വന്നിട്ട് 400 രൂപയാണ്. എന്തായാലും എപ്പോഴും നൈക്കയിലും ഇല്ലെങ്കിൽ പേർപ്പിളിലൊക്കെ നല്ല ഓഫ് എപ്പോഴും ഉണ്ടാവും, ഡിസ്കൗണ്ട് എപ്പോഴും ഉണ്ടാവും. പിന്നെ ഈ പെർഫ്യൂമിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 500 രൂപയാണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ്. ഞാൻ വാങ്ങിയത് 350 രൂപയ്ക്ക്. നല്ല പാക്കിങ്. പക്ഷേ ഈ സാധനത്തിൻ്റെ മണം ഇതെനിക്ക് എത്ര മൂക്കടഞ്ഞിട്ടുണ്ടെങ്കിലും കിട്ടുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കുറച്ച് എക്സ്പെൻസീവ് ഐറ്റംസ് എന്ന് പറയുന്നത്. ഒന്ന് ഓർഡിനറീൻ്റെ AHA BHA പീലിംഗ് സൊല്യൂഷനാണ്. ഇത് ഞാൻ രണ്ടാമത്തെ ബോട്ടിലാണ്, അതായത് ഇത് ഞാൻ റീസ്റ്റോക്ക് ചെയ്യുന്നതാണ്. ഇതിൻ്റെ പ്രൈസും കൂടെ പറയാം. ഇത് 950 രൂപ. ഇതിൽ
ഡിസ്കൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. സാധാരണ അത് ഡിസ്കൗണ്ട് കിട്ടാറില്ല. പിന്നെ ഞാനിത് രണ്ടാമത്തെ ബോട്ടിൽ, ആദ്യത്തെ ബോട്ടിൽ വാങ്ങിയപ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് 700 രൂപയോ 750 രൂപയോ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് അങ്ങനെയാണ് എൻ്റെ ഓർമ്മയുള്ളത്. എന്തോ പെട്ടെന്ന് ഒരു പ്രൈസ് ഇൻക്രീസ് ചെയ്ത പോലെ എനിക്ക് തോന്നി. പക്ഷെ എനിക്ക് വലിയ ഉറപ്പില്ലാത്ത സംഭവമാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വീക്ക്ലി 2 പ്രാവശ്യം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ ഈ ഫിസിക്കൽ എക്സ്ഫോലിയൻസ് ഇല്ലേ, നമ്മുടെ സ്ക്രബ് സംഭവങ്ങളൊക്കെ, അതൊക്കെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കളയുമ്പം ഓഫ് കോഴ്സ് ഡെഡ് സ്കിൻ ഒക്കെ പോകും. പക്ഷെ അതിൻ്റെ കൂടെ നമുക്ക് ഈ കുഞ്ഞു വളരെ മൈക്രോ ആയിട്ടുള്ള കുഞ്ഞു പാടുകൾ, മുറിവുകൾ, അതായത് കണ്ണിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള നമ്മുടെ സ്കിന്നിനെ അത് ഡാമേജ് ചെയ്യുന്നുണ്ട്. ഞാനും ആദ്യം അങ്ങനെ സ്ക്രബൊക്കെ യൂസ് ചെയ്യായിരുന്നു. പിന്നെ ഞാൻ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയപ്പോൾ അത് നിർത്തിയതാണ് കേട്ടോ. അതിന് പകരമായിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലത്തെ കെമിക്കൽ എക്സ്ഫോലിയേഷൻ ആണ്. ഇത് ഒരു ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് ഞാൻ യൂസ് ചെയ്യുക. അതും ഫേസിലാണ്. ഇതൊരു പിങ്ക് കളറാണ് കേട്ടോ. ചുവപ്പ് കളർ, പിങ്ക് അല്ല, റെഡ്, പ്രോപ്പർ റെഡ് തന്നെ. അപ്പോൾ ഇതാ ഇങ്ങനെ. ഇത് നമുക്ക് കുറേ നാളത്തേക്ക് വരും. പിന്നെ ഇതൊരു 10 മിനിറ്റ് കൂടുതൽ ഫേസിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഫേസ് നന്നായി ക്ലീൻ ചെയ്തിട്ട് ഇതൊരു 1 2 3 4 ഡ്രോപ്പ് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫുൾ ഫേസ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് കഴുകിക്കളയണം. കൂൾ വാട്ടറിൽ കഴുകിക്കളയുക. അത് കഴിഞ്ഞിട്ട് നിർബന്ധമായിട്ടും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. പിന്നെ നെക്സ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും സൺസ്ക്രീൻ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ല. സോ കെയർഫുള്ളായിട്ട് നേരെ ചൊവ്വേനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്ഫോലിയേഷൻ ഓഫ് കോഴ്സ് നമ്മളെല്ലാവരും എക്സ്ഫോലിയേഷൻ ചെയ്യണം. സോ ഫിസിക്കൽ സ്ക്രബിനെ കഴിഞ്ഞൊക്കെ ഒരുപാട് നല്ല ബെനിഫിറ്റുള്ള ഒരു സംഭവമാണിത് കേട്ടോ. ഇത് പ്രൈസ് 950 ഉണ്ടെങ്കിലും അതിന് വർത്താണ്. അടുത്ത പ്രൊഡക്റ്റാണ്, അയ്യോ, ഇതാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്ന സംഭവം. ഇത് ഓർഡിനറിൻ്റെ മൾട്ടി പെപ്റ്റൈഡ് കോപ്പർ പെപ്റ്റൈഡ് 1% സിറം. നമുക്ക് ഒരു 30 വയസ്സിന് ശേഷം നമ്മുടെ സ്കിന്നിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകാവുന്ന എല്ലാ പ്രശ്നങ്ങളുണ്ടല്ലോ, അതായത് റിങ്കിൾസ് ഉണ്ടാവാം, ഫൈൻ ലൈൻസ് ഉണ്ടാവാം, സ്കിന്നിൻ്റെ ഒരു എലാസ്റ്റിസിറ്റി പയ്യെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ ആണ് ഇത്. ഇത് വാങ്ങിയപ്പോൾ മാത്രം ഒരു 10 പ്രാവശ്യമെങ്കിലും ഞാൻ ആലോചിച്ചിട്ടുണ്ട് വാങ്ങണോ വേണ്ടെന്ന്. കാരണം ഇതിൻ്റെ വില എന്ന് പറയുന്നത് 2950 രൂപയാണ് MRP. ഞാൻ വാങ്ങിയത് 2950 രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ. ഇതിലും ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നില്ല. എനിക്കൊന്നും ഞാൻ വാങ്ങിയ ഒരു ഓർഡിനറി പ്രൊഡക്റ്റിലും ഡിസ്കൗണ്ട് കിട്ടിയിട്ടില്ല. അത് ഞാൻ ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. അപ്പം 3000 രൂപയ്ക്ക് വെറും 50 രൂപയെ കുറവുള്ളൂ. നന്നായിട്ട് ആലോചിച്ചിട്ട് മാത്രം വാങ്ങിയാൽ മതി. ഞാനിത് കുറേ നാളായിട്ട് വാങ്ങണം എന്നുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അതിങ്ങനെ വാങ്ങണോ ഇത്രയും പൈസ. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഒരു സ്കിൻ കെയറിലോ മേക്കപ്പിലോ ഒറ്റ പ്രൊഡക്റ്റിൽ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരുപാട് ഞാൻ ആലോചിച്ചു. പക്ഷെ ആ ഒരു ആഗ്രഹം അവിടെ ഇങ്ങനെ കിടക്കുമല്ലോ, അതിൻ്റെ പുറത്ത് വാങ്ങിയതാണ്. അതുകൊണ്ട് ഇതെന്തായാലും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് റിവ്യൂ പറയാം. ഒരു മാസമെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടെ, എന്നിട്ട് റിവ്യൂ പറയാം. എന്നിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ പറയാം വാങ്ങിക്കോ എന്ന് പറയാം. ഇത് ബ്ലൂ കളറാണ് ഈ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. 30 ml തന്നെ, മറ്റേത് 30 ml തന്നെയായിരുന്നു. സോ ഇത് ഞാൻ എന്തായാലും യൂസ് ചെയ്ത് പ്രോപ്പറായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ റിവ്യൂ ഇടാം, എന്നിട്ട് വാങ്ങിയാൽ മതി. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇത് വിഷ് കെയറിൻ്റെ ബോഡി ലോഷനാണ് കേട്ടോ. സൺസ്ക്രീൻ ബോഡി ലോഷൻ. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ അപ്പോൾ ഇനി ഒരു വരാനുള്ള ബോക്സിൽ എന്തായിരുന്നു അത് ഞാൻ കൺഫ്യൂസ്ഡായി. അപ്പം സൺസ്ക്രീൻ ബോഡി ലോഷനാണിത്. നമ്മൾ ഫേസ് എത്രത്തോളം സൺസ്ക്രീൻ യൂസ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കൈ, കാല്, അതായത് ബോഡി സൺസ്ക്രീൻ ലോഷനും. ഇത് ഞാൻ ബോഡിയിലൊക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആ ഒരു കൊല്ലോ 1.5 കൊല്ലോ ഒക്കെ ആയിട്ടുള്ളൂ. അതിനു മുമ്പൊന്നും ഞാൻ ഒട്ടും ശ്രദ്ധിക്കാറേ ഇല്ലായിരുന്നു. നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെതായ മാറ്റം നമുക്ക് ഉണ്ടാവും കേട്ടോ. സോ ഇത് വന്നിട്ട് SPF 50 ആണ്. പിന്നെ ഈ വിഷ് കെയറിൻ്റെ ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റും മോശമാണ് അല്ലെങ്കിൽ ആ ഒരു പറഞ്ഞ സംഭവം, അതായത് അവർ ക്ലെയിം ചെയ്യുന്നത് ചെയ്യുന്നില്ല എന്നുള്ള തോന്നലുണ്ടായിട്ടില്ല. എല്ലാ പ്രൊഡക്ട്സും അടിപൊളിയാണ്. ഇവരുടെ ഹെയർ ഗ്രോത്ത് സിറം അടിപൊളിയാണ്. പിന്നെ ബോഡി ലോഷൻ, ഇത് സൺസ്ക്രീൻ അല്ലാതെ നോർമൽ ബോഡി ലോഷൻ വരും, അത് അടിപൊളിയാണ്. അങ്ങനെ ഇവരുടെ ഒരുപാട് പ്രൊഡക്ട്സ്. അണ്ടർ ആം റോൾ ഓൺ നല്ല സംഭവമാണ് കേട്ടോ. സോ വിഷ് കെയറിൻ്റെ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ പർച്ചേസും വേർത്തായിരുന്നു. ഇത് ഞാൻ റീസ്റ്റോക്ക് ചെയ്യുന്നതാണ്. ഇതിനു മുമ്പ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സംഭവം തന്നെയാണ്. വില പറഞ്ഞില്ല. ഒറിജിനൽ റേറ്റ് വന്നിട്ട് 499, എനിക്ക് കിട്ടിയത് 385. ഇത് ഓർഡിനറിൻ്റെ നയാസനമൈഡ് 10%, സിങ്ക് 1%. ഇത് ഉപയോഗിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു. നയാസനമൈഡ്, സ്കിൻ കെയറിലെ നയാസനമൈഡ് വരുമ്പം എല്ലാവരും തന്നെ ഏറ്റവും കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത് ഓർഡിനറി ഇല്ല, പ്ലം, മിനിമലിസ്റ്റും ഉണ്ടെന്ന്. ഞാൻ മിനിമലിസ്റ്റിൻ്റെ നയാസനമൈഡ് യൂസ് ചെയ്തിട്ടില്ല, പ്ലമ്മിൻ്റെ ഉണ്ട്, നല്ലതാണ് കേട്ടോ. സോ എനിക്കൊന്ന് പ്ലം വാങ്ങുവാണെങ്കിൽ ഇതിനൊക്കെ കുറച്ചുകൂടെ പ്രൈസ് വൈസ് കുറച്ച് കുറവായിരിക്കും.
ഇത് എന്തായാലും ഓർഡിനറിൻ്റെ എല്ലാ സ്കിൻ കെയർ പ്രൊഡക്റ്റും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളതെല്ലാം നമുക്ക് പൈസ നഷ്ടം വന്നിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു എല്ലാ നമ്മൾ സെറംസും എല്ലാ സെറംസിൻ്റെയും കൂടെ മിക്സ് ആവത്തില്ല. ബട്ട് നയാസിനിമൈഡ് ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും കൂടെ പോകും. നമ്മുടെ ഹൈലറോണിക് ആസിഡ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ സാലിസിലിക് ആസിഡിൻ്റെ കൂടെ പോകും. അങ്ങനെ മിക്ക സെറത്തിൻ്റെയും കൂടെ അത് കമ്പൈൻ ചെയ്യുമ്പോൾ നല്ല ബെനിഫിറ്റ്സ് ഉണ്ടാകുന്ന ഒരു സാധനമാണ്. സോ അത് എൻ്റെ സ്കിൻ കെയറിൻ്റെ എപ്പോഴും ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ സ്കിൻ കെയർ. ഒന്നെങ്കിൽ ഓർഡിനറി ആയിരിക്കും, അല്ലെങ്കിൽ പ്ലം ആയിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് ചെറിയ പെട്ടി പൊട്ടിക്കാം. ഈ ചെറിയ പെട്ടിയിൽ കുറച്ച് മേക്കപ്പാണ് കേട്ടോ. ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. 2-3 ഐറ്റംസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. സാധാരണ ഞാനുണ്ടല്ലോ ഈ സെയിലൊക്കെ വരുന്ന സമയത്താണ് സാധനങ്ങൾ റീസ്റ്റോക്ക് ചെയ്യുക. എടാ ഒരു 2 minutes. പ്രമോദ്, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ സെയിലിൻ്റെ സമയത്ത് റീസ്റ്റോക്ക് ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ഉണ്ടാവും. ഈ ഓർഡിനറി ഒക്കെ പറ്റിയില്ല. ഓക്കെ. അപ്പം ഞാൻ ആദ്യം തന്നെ ഇത് ലിപ്സ്റ്റിക്കാണ്, മാർസിൻ്റെ ഗേൾ പവർ. കൺഫേം ചെയ്യാം. ഗേൾ പവർ ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ എന്തിനാണ്, ഇത് എൻ്റെ അടുത്തുണ്ട്, ഇത് ഞാൻ എന്തിനാണ് രണ്ടാമത് വാങ്ങിയെന്ന് വെച്ചാൽ, ചില ആൾക്കാർക്ക് ഗേൾ പവറിൻ്റെ ലിപ്സ്റ്റിക്ക് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഷാർപ്നറും കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ആ ഷാർപ്നർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത് രണ്ടാമതും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് മാർസിൻ്റെ ലിപ്സ്റ്റിക്ക് ഡ്രമാറ്റിക് എന്ന് പറയുന്നൊരു ഷെയ്ഡ്. ഇത് മാർസിൻ്റെ നോ ഫിൽട്ടർ. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു മെറൂൺ റെഡാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അടപ്പ് എവിടെയാണെന്ന് അറിയത്തില്ല. ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെ ലിപ്സ്റ്റിക്ക്. ഇനി ഒരു 1-2 കൂടെ തപ്പിയാൽ കിട്ടാതിരിക്കില്ല. ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇവിടെ വരെ എത്തി, ഇത്ര എത്തി. ഇതെനിക്ക് ഷാർപ്പൻ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ അടുത്ത് 2 സൈസിലുള്ള ഷാർപ്പനേഴ്സ് ഉണ്ട്. ആ വലിയതും വരുന്നുണ്ട്, ചെറിയതും വരുന്നുണ്ട്. ഇതിലൊന്നിലും ഇത് ഫിറ്റ് ആവുന്നില്ല. അപ്പോൾ ഇത് ഞാൻ എന്തിനാണ് ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ, ഈ ഗേൾ പവർ ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ടല്ല. ആക്ച്വലി ഇതിൻ്റെ കൂടെ വരുന്ന ഇതേ ബ്രാൻഡിൻ്റെ തന്നെ ഇവർ തന്നെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ തരുന്ന ഷാർപ്പനർ ആകുമ്പം എനിക്കിതെല്ലാം ബാക്കി എല്ലാ ലിപ്സ്റ്റിക്കും ഷാർപ്പൻ ചെയ്ത് ഇത്രയും ഉണ്ട് സംഭവം, എല്ലാം യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. ഇതിൻ്റെ നിങ്ങൾ നൈക്കയിൽ പോയി നോക്കി ഇതിൻ്റെ ആ ഫോട്ടോസൊക്കെ കാണിക്കുമല്ലോ, അതിൻ്റെ കൂടെ ഷാർപ്പനറും കൂടി ഉണ്ട്. പക്ഷെ എന്താ എനിക്കറിയില്ല, ഇത് കിട്ടിയില്ല. എനിക്ക് ഒരിക്കലും കിട്ടാറില്ല. ആർക്കെങ്കിലും മാർസ് ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ ഷാർപ്പനർ കിട്ടുമെങ്കിൽ പറയണം. ഇല്ലാന്നുണ്ടെങ്കിൽ മാർസിൻ്റെ ഈ ക്രയോൺസ് ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവർ ഇതെങ്ങനെയാണ് ഷാർപ്പൻ ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണ്ട, ഒന്ന് കമൻറ്റ് ചെയ്ത് തരണം. കാരണം ഇത്രയും സാധനം ആകെ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു ടിപ്പ് കാണുന്നില്ലേ, ഇത്ര മാത്രമേ ഞാൻ ഈ എല്ലാ പ്രൊഡക്റ്റിനും ഈ എല്ലാ ലിപ്സ്റ്റിക്കിൻ്റെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇവിടുന്ന് ബാക്കി അങ്ങോട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇത് ഷാർപ്പൻ ചെയ്യണം, പറ്റുന്നില്ല. അപ്പം എന്തെങ്കിലും സൊല്യൂഷൻ അറിയാവുന്നവരാണെങ്കിൽ പറഞ്ഞു തരണം. അടുത്തതെന്ന് പറയുന്ന ലിപ്സ്റ്റിക്ക് തന്നെയാണ്. ഇത് നൈക്കേൻ്റെ മേക്കപ്പ് വേക്കപ്പ് അല്ലേ, വേക്കപ്പ് മേക്കപ്പ്. ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് കുറേ നാളായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ച് മാർസിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ റേറ്റ് പറഞ്ഞില്ല. 279 279 രൂപയാണ് ഒറിജിനൽ പ്രൈസ്. എനിക്ക് കിട്ടിയത് 229 രൂപയ്ക്ക്. പിന്നെ ഇത് 329 രൂപയാണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ്. എനിക്ക് കിട്ടിയത് 165 രൂപയ്ക്ക്. ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്യുന്ന വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് റീലായിട്ടോ ഇല്ല ഷോർട്സ് ആയിട്ടോ ഇടാം. പിന്നെ ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, മണം കിട്ടുന്നില്ലെങ്കിലും എനിക്കിതിൻ്റെ മണം അറിയാം. കാരണം ഇത് നമ്മുടെ ലോറിയലിൻ്റെ ഡ്രീം ലെങ്ത് സീരീസിൽ വരുന്നതാണ്. ഇവരുടെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഷാംപൂ ഇതാണ്, കണ്ടീഷണറും ഇതിൻ്റെ തന്നെയാണ്. ഇത് റീസ്റ്റോക്ക് ചെയ്തതാണ്. എപ്പോഴും നമ്മളൊന്ന് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഹെയർ വാഷ് ചെയ്യാത്ത 1-2 ദിവസം കഴിഞ്ഞാലും ആ സ്മെല്ല് അവിടെ ഉണ്ടാവും. ഇതിൻ്റെ കണ്ടീഷണർ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. നിങ്ങളൊന്ന് ഒറ്റ പ്രാവശ്യം ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അതിൻ്റെ ചെറിയ ബോട്ടിൽ, എനിക്കൊന്ന് ഇതാണ് ചെറുതെന്ന് തോന്നുന്നു, ഇതിലും ചെറുതുണ്ടോയെന്ന് അറിയത്തില്ല, ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. ആ സ്മെല്ല് നമ്മൾ അത്ര ഒരു എപ്പോഴും ഒരു ഭയങ്കര ഫ്രഷ് ആയിരിക്കും. നമ്മുടെ ഹെയർ എപ്പോഴും ഒരു ഫ്രഷ് സ്മെല്ലായിരിക്കും, ബ്യൂട്ടിഫുൾ. ഇതിൻ്റെ ഒരു ഫ്രേഗ്രൻസിന് വേണ്ടി മാത്രമാണ് ഞാനിത് വാങ്ങിയത്. നല്ലതാണ്, നല്ല ഷാമ്പൂ നല്ല കണ്ടീഷണറൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത്രയാണ് തൽക്കാലം നമുക്ക് ഡെലിവറി ആയിട്ടുള്ളത്. ഇനി വരാനുള്ളത് 1-2 പ്രൊഡക്റ്റുള്ളൂ. അതിൽ ഒന്ന് എന്താണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, പക്ഷേ അത്രയൊക്കെ ഉള്ളൂ. സോ ഈ സംഭവങ്ങളുടെ എന്തിൻ്റെയെങ്കിലും ഡീറ്റെയിൽഡ് റിവ്യൂ, അതായത് സെപ്പറേറ്റ് ആയിട്ട് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാനിത് ആദ്യം പറഞ്ഞ പോലെ റീലായിട്ടോ ഷോർട്ടായിട്ടോ ഇട്ടോളാം. ഓക്കെ. സ്വാഭാവികമായിട്ടും എല്ലാ പ്രൊഡക്ട്സും വന്നു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല എല്ലാം ഒന്ന് ട്രൈ ചെയ്യാൻ. പലതും റീസ്റ്റോക്ക് ചെയ്തതാണെങ്കിൽ പോലും എനിക്കും ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനത്തെ ഇതൊക്കെ അൺബോക്സ് ചെയ്യുക, ഫസ്റ്റ് ടൈമായിട്ട് യൂസ് ചെയ്യുമ്പം
എല്ലാം എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാം. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയും ഹെൽത്തി ആയിട്ടും സമാധാനത്തോടെ ഇരിക്കുക. ഐ വിൽ സീ യു ഗൈസ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഇസ് അശ്വതി രഞ്ജിത്ത് സൈനിങ് ഔട്ട്. ടാറ്റാ.